എസ്വീസ് ഹോം അക്കാഡമിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ബേബി ബിബ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റായിട്ട് ചെറിയ കുട്ടികളുണ്ടല്ലേ 1 മാസത്തിൻ്റെ കുട്ടികൾക്ക് നെക്കിലേക്ക് കഴുത്തിലേക്ക് കെട്ടുന്ന സാധനമാണ്. ഈ പാലെല്ലാം കൊടുക്കുമ്പോൾ അത് ഡ്രസ്സിലേക്ക് വീഴാതിരിക്കാൻ മുമ്പിൽ കഴുത്തിൻ്റെ മുമ്പിൽ കെട്ടുന്ന ഒരു സാധനമാണ്, ഒരു ക്ലോത്താണ്. അതിന് കാണിച്ചു തരും. അതിൻ്റെ അളവും എല്ലാം കട്ടിങ്ങും എല്ലാം സ്റ്റിച്ചിങ്ങും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കാണിക്കും. പിന്നെ നിങ്ങൾ ഇന്നലെ ചെയ്ത വർക്കുകളൊക്കെ ഞാൻ കണ്ടു. എല്ലാവരുടെ വർക്കും നന്നായിരുന്നു. പിന്നെ ചെറിയ ഡിഫറെൻ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങൾ മെഷീൻ ചവിട്ടുമ്പോൾ സ്റ്റിച്ചിങ് അങ്ങോട്ടിങ്ങോട്ടാവും. അത് പിന്നെ ഞങ്ങൾ മെഷീന് ചവിട്ടി പിന്നെ അത് ക്ലിയറായിട്ട് കിട്ടും. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഞങ്ങൾക്ക് ഒരു ന്യൂസ് പേപ്പർ വേണം. ഞാൻ ന്യൂസ് പേപ്പറല്ല, ഞാൻ ചെറിയൊരു ബുക്കിൻ്റെ പേപ്പർ എടുക്കുക. എൻ്റെ കൂടെ പേപ്പറുണ്ട്. ഈ പേപ്പറിൻ്റെ കൂടെ ഫസ്റ്റായിട്ട് ഞങ്ങൾ പേപ്പർ കട്ടിങ് ചെയ്യണം. ഏത് ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് ഞങ്ങൾ പേപ്പർ കട്ടിങ്ങിലൂടെ ചെയ്യുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ഈ മുകളിൻ്റെ ഈ പേപ്പർ ഉണ്ടല്ലേ, ഈ പേപ്പർ ഇതുപോലെ മടക്കിയിരിക്കണം. ഇപ്പോൾ വലിയൊരു പേപ്പറുണ്ട്, ന്യൂസ് പേപ്പർ. അതിനെ ഇതുപോലെ മടക്കണം. ഇതുപോലെ മടക്കിയിട്ട് ഈ മടക്കുള്ള ഭാഗം ഉണ്ടല്ലേ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഓപ്പണുള്ള ഭാഗത്തിൽ നിന്നല്ല, ഈ മടക്കുള്ള ഭാഗത്തിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നിന്ന് ഇവിടേക്ക് 2 ഇഞ്ച്, അതുപോലെ താഴോട്ടും 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ ഇവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്തു. സ്ക്വയറിലെ ഇതിലേക്ക് നമ്മൾ ലൈൻ ഇടണം. ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് മുകളിൽ നിന്ന് താഴെ 8 ഇഞ്ച് വരണം. 8 ഇഞ്ച് ഈ ഭാഗത്തിൽ നിന്ന് ഇവിടെ 6 ഇഞ്ച് വരണം. 6 ഇഞ്ച് വരണം. അപ്പോൾ ഇവിടെ ഒരു ലൈൻ ഇടണം സ്ട്രൈറ്റായിട്ട്. ഇതിൻ്റെ ക്ലാരിറ്റി ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ 2 ഇഞ്ചുണ്ട്, ഇവിടെ 6 ഇഞ്ച്, ഒന്നായി 8 ഇഞ്ചായി. അതുപോലെ ഇത് 8 ഇഞ്ചാണ് ഇവിടെയും വെച്ചത്. ഓക്കെ, പിന്നെ ഞങ്ങൾ താഴെ ഞങ്ങൾക്ക് 5 ഇഞ്ച് വേണം. 5 ഇഞ്ച് വേണം താഴെ. അതുപോലെ തന്നെ മുകളിലും ഈ ഭാഗത്ത് 5 ഇഞ്ച് വെച്ചിട്ട് ഒരു സ്ക്വയറായിട്ട് ഒരു മാർക്ക് ചെയ്യണം. ഇതുപോലെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് സ്ക്വയറായി. ഇനി ഞങ്ങൾ 1/2 ഇഞ്ച് ഇവിടെ നിന്ന് ഈ ഒരു നമ്പറിൽ നിന്ന് ഇവിടേക്ക് 1/2 ഇഞ്ചായി. 1/2 ഇഞ്ച് എടുക്കണം, മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ നടുഭാഗത്തിൽ നിന്ന് ഈ 2 ഭാഗം ഉണ്ടല്ലേ, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടേക്ക് 6 ഇഞ്ച് എടുത്തല്ലേ, ഈ 6 ഇഞ്ച് എടുത്ത ഭാഗത്തിൽ നടുവിലേക്ക് സെൻറ്ററായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇവിടേക്ക് 4.5 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യണം. സെൻറ്ററായിട്ട് ഒരു മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഞങ്ങൾ ഇതിലേക്ക് ഷേപ്പ് കൊടുക്കണം. ഇതുപോലെ ഷേപ്പ് കൊടുക്കണം. ഷേപ്പ് കൊടുത്തു.
അതേമാതിരി ഞങ്ങൾ ഈ ഭാഗത്തിലും ഒരു ഷേപ്പ് കൊടുക്കണം. ഇവിടേക്ക് ഷേപ്പ് കൊടുത്തല്ലേ. ഇനി ഞങ്ങളിതിനെ കട്ട് ചെയ്യണം. ഒന്ന്, ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ കട്ട് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഇതൊരു ബിബായി. ഓക്കെ, ഇതിനെ ഞങ്ങൾ തുണിയിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ തുണി എടുക്കുമ്പോൾ ഞങ്ങൾ കോട്ടൺ ആയിട്ടുള്ള ഒരു തുണി എടുക്കണം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലൈനിങ് പീസ് എന്ന് കിട്ടും. ക്ലോത്ത് കടയിൽ, ട്രേഡിങ് സെൻറ്ററിൽ ഇത് ലൈനിങ് പീസ് എന്ന് കിട്ടും. ആ പീസിനെ മേടിച്ച് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഞാനിതൊരു ക്ലോത്ത് ഉണ്ട്, ഈ ക്ലോത്തിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തു, ഇങ്ങനെ മടക്കി ഇതിനെ ഞങ്ങൾക്കിപ്പോൾ ഒരു ക്ലോത്തായി 2 ക്ലോത്ത് വേണം. ഇതിലേക്ക് 2 ക്ലോത്ത് വേണം. ഞാൻ നിങ്ങൾക്ക് 2 ഫോൾഡായിട്ട് കട്ടിങ് ചെയ്യാൻ കാണിക്കൂല. ഒരു ക്ലോത്ത് ചെയ്തു, അതുപോലെ 2 പീസും വേണം. ഇപ്പോൾ ഞാനിതിനെ, ഇത് ഫോൾഡ് ഉണ്ട്, ഇത് ഫോൾഡുള്ള ഭാഗം, മടക്കിയിട്ടുള്ള ഭാഗം ഇവിടേക്ക് ഇത് വെച്ചു. ഇനി വെച്ചിട്ട് ഞങ്ങൾ മാർക്ക് ചെയ്യാം. ഇത് പെൻസിൽ കൊണ്ടിട്ട് മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണുന്നില്ല, വേണ്ട. ഞാൻ മാർക്കിംഗ് ചോക്കിലെ ചെയ്യും, കാണും പോലെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തു. ഇനി കട്ട് ചെയ്യാം. ഇതുപോലെ ഞങ്ങൾക്ക് 2 പീസ് വേണം. 2 പീസ് വേണം. അപ്പോൾ ഞാൻ അതേപോലെ കുറച്ച് വലിയ തുണി എടുത്തിട്ടുണ്ട്. ഞാൻ വെച്ചു. സെയിമായിട്ട് ഇത് വെച്ചിട്ട് ഇതിലേക്ക് ഞങ്ങൾ പിൻസ് ഇടണം. സൈഡ് റൗണ്ടായിട്ട് പിൻസ് ഇടണം. ഞാൻ പിൻസ് ഇടുന്നതുണ്ട്, പിൻസ് ഇടാം. ഇപ്പോൾ 3 പിൻസ് ഇട്ടു. നിങ്ങൾ ക്ലോത്ത് അങ്ങോട്ടിങ്ങോട്ട് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടുന്നതാണത്. അപ്പോൾ ഇതുപോലെ ഇട്ടാൽ നോക്കി 1 2 3 4 പിൻസ് ഇട്ടു. ഇതുപോലെ ഇട്ടാൽ അനങ്ങൂല. അപ്പോൾ നിങ്ങൾക്ക് കട്ടിങ് ചെയ്യാൻ ഈസി ആവും, എളുപ്പത്തിൽ കട്ടിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത് ആയിട്ട് കട്ടിങ് ചെയ്യാം. ഇത് കട്ടിങ് ചെയ്തു. ഇതൊന്ന് എടുത്തല്ലേ. ഇനി ഞങ്ങൾ ഇതിലേക്ക് ഇതൊന്ന് എടുത്ത് വെച്ചു. ഇതെടുത്ത് വെച്ചു. ഇതിൻ്റെ സൈഡിലേക്ക് സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കളറിൽ ഞാനൊരു പീസ് എടുത്ത് നിങ്ങൾക്ക് കാണിക്കാം. ഇതൊരു പീസാണ്. അപ്പോൾ ഈ പീസിൽ ഞങ്ങൾ ഇതിൻ്റെ സൈഡിലേക്ക്, ഈ ക്ലോത്തിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ വെക്കാൻ സ്ട്രൈറ്റ് പീസ് എടുത്താൽ അത് നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു പീസിൻ്റെ, ഇത് സ്ക്വയർ ഒരു പീസ് ഉണ്ട് എൻ്റെ അടുത്ത്. ഞങ്ങൾക്ക് സ്ക്വയർ ഒരു പീസ് ഇല്ലെങ്കിലും ഏത് പീസാണെങ്കിലും ഞങ്ങൾ എടുക്കുമ്പോൾ ക്രോസായിട്ട് സ്കെയിൽ വെക്കണം. അപ്പോൾ ക്രോസായിട്ട് സ്കെയിൽ വെച്ചു. ഇനി ക്രോസായിട്ട് ഒരു ലൈൻ ഇട്ടു. പിന്നെ 1 ഇഞ്ച് അളവിൽ
ഞങ്ങൾ രണ്ട് സൈഡും ഇതുപോലെ മാർക്ക് ചെയ്യണം. ഇവിടെയും ഇവിടെയും താഴെയും മുകളിലും രണ്ട് സൈഡും മാർക്ക് ചെയ്ത് ഇതുപോലെ ഓരോരോ ഇഞ്ചിൽ ഒരു 4 പീസ് കട്ട് ചെയ്യണം. മാർക്ക് ചെയ്ത് 4 പീസ് ഇതുപോലെ കട്ട് ചെയ്യണം. വീഡിയോ ലെങ്ത് കൂടും, അത് കൊണ്ടിട്ട് ഞാൻ സ്റ്റോപ്പാക്കി നോക്കാം. മാർക്ക് ചെയ്തു ഇതുപോലെ 4 പീസിൻ്റെ മാർക്ക് ചെയ്തു. ഇത് 1 2 3 4 പീസിൻ്റെ. ഇനി മാർക്ക് ഇതുപോലെ ഓരോരോ ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇതിനെ കട്ട് ചെയ്യണം ഞങ്ങൾ. ഓക്കെ, കട്ട് ചെയ്തു. ഇനി കട്ട് ചെയ്ത് ഞങ്ങൾ പിന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ഞങ്ങളുടെ കത്രി ഉണ്ടല്ലേ, അത് ഷാർപ്പായിരിക്കണം. ശ്രദ്ധിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യം, നമ്മുടെ കത്രി എപ്പോഴും ഷാർപ്പായിരിക്കണം. ഒരു ടൈലറാണെങ്കിൽ ആ ടൈലറിൻ്റെ മെയിൻ പാർട്ടാണ് നമ്മുടെ കത്രി. ആ കത്രി ഷാർപ്പില്ലെങ്കിൽ നമ്മുടെ വർക്കൊന്നും ഷാർപ്പാവില്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾ നമ്മുടെ കത്രി ഷാർപ്പ് വെക്കണം. നല്ല കത്രി യൂസ് ചെയ്യണം. ടൈലറിങ്, സ്റ്റിച്ചിങ്, കട്ടിങ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നല്ല കത്രി ഞങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ 4 പീസായി. ഇനി ഞങ്ങൾ ഇതിനെ സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് ഓപ്പൺ ചെയ്തു, 2 പീസും ഓപ്പൺ ചെയ്ത് ഞങ്ങൾ ഇതിനെ കറക്റ്റായിട്ട് നല്ലോണം കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് എല്ലാ സൈഡും ഒരുപോലെ വെച്ച് ഇപ്പോൾ ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിൻസ് ഇടണം. ഇതുപോലെ റൗണ്ടായിട്ട് എല്ലാ ഭാഗത്തിലേക്കും ഓരോരോ പിൻസ് ഇടണം. പിൻസിട്ടു. ഇനി നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യാം. ഇതുപോലെ ഉയർത്തി വെച്ചു. ഇനി സ്റ്റാർട്ടിങ്ങിലേക്ക് ഇനി റൗണ്ടായിട്ട് ഇതുപോലെ കുറച്ച് തിരിച്ച് വരണം. ഇതിൻ്റെ സൈഡിലേക്ക് അങ്ങനെ സ്റ്റിച്ചിട്ടുകൊണ്ട് വരണം. 1/4 ഇഞ്ചാണ് ഇതിൻ്റെ അളവ്. ഇനി നെക്കിലേക്കും അതുപോലെ സ്റ്റിച്ച് ഇടണം. ഈ റൗണ്ടിലേക്കും ഇതുപോലെ ചെയ്തു. ഇനി ഇതിൻ്റെ നോക്കാം എങ്ങനെയുണ്ട്. ഇത് ബിബായി. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഞങ്ങൾക്ക്. ഇനി ഈ 4 പീസ് ഉണ്ടല്ലേ, ഈ 4 പീസിനെ ഞങ്ങൾ ജോയിൻറ്റ് ചെയ്യണം. അതെങ്ങനെയുള്ളത്, അപ്പോൾ ഇത് 4 പീസിൽ
ഇത് മേൽഭാഗമാണ്, ഇത് അടിഭാഗമാണ്, അടിയിലുള്ള ഭാഗം. അപ്പോൾ ഈ മേൽഭാഗത്തിലേക്ക് നമ്മൾ സെയിം ഇതുപോലെ വെക്കാൻ പാടില്ല. ഈ ക്രോസുള്ള സൈഡ് ഉണ്ടല്ലേ, ക്രോസുള്ള സൈഡ് സെയിം വെക്കാനില്ല, ഞങ്ങൾക്ക് ഇതുപോലെ വെക്കണം. ഇത് ഇങ്ങനെ ഉണ്ടല്ലേ, സെയിം ഉണ്ട്. ഈ മേൽഭാഗം ക്രോസ് സെയിം ഉണ്ട്. ഇതിനെ ഈ രണ്ട് മേൽഭാഗം ഉള്ളിലേക്ക് വരണം. ഓക്കെ, ശ്രദ്ധിച്ചിട്ട് നോക്കണം. നിങ്ങൾ സ്ലോ ആയിട്ട് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ചെയ്താൽ മതി. മേൽഭാഗം പിന്നെ ഈ ക്രോസ്, ഈ നീളമുള്ള ക്രോസ് ഇതിൻ്റെ താഴോട്ട് വരണം. ഈ നീളമുള്ള ക്രോസ് ഇതിൻ്റെ താഴോട്ട് വരണം. ഇതുപോലെ വെക്കണം. ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ ഇനിയൊരു പീസും എങ്ങനെ എടുക്കുന്നതെന്നും കാണിക്കാം. ഇതിപ്പോൾ നോക്ക്, ഞാൻ ഇനി ഒരു കാര്യം കാണിക്കാം. ഇപ്പോൾ ഇത് ഒരേ ഭാഗം, ഈ ഭാഗം ഇതും മേളുള്ള ഭാഗമാണ്. ഡാർക്കായിട്ട് കാണും. ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇത് ഡാർക്കായിട്ട് കാണും അല്ലേ? ഈ രണ്ട് ഡാർക്ക് പ്ലേസും സെയിം ആയിട്ട് ഇങ്ങനെ ഈ ക്രോസ് സെയിം വെക്കാൻ പാടില്ല. അപ്പോൾ ഇതിലെ ഇതും സെയിം ഉണ്ട്. സെയിം കളറല്ലേ? അപ്പോൾ ഈ രണ്ട് സൈഡും സെയിം ഉണ്ടാവണം. ഈ പീസിൻ്റെ ക്രോസും ഈ പീസിൻ്റെ ക്രോസും മേൽഭാഗം സെയിം ഉണ്ടാവണം. മേൽഭാഗത്തിലേ ഉണ്ട്. അപ്പോൾ ഇതിനെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടല്ലേ, ഇതിനെ ഇതുപോലെ വെച്ച് ഞങ്ങൾ ഇതുപോലെ വെച്ചാൽ ഇങ്ങനെയാവും. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തത് നോക്കാം. നിങ്ങൾ ഇതുപോലെ വെച്ചിട്ടുണ്ടല്ലേ, ഇപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് നോക്കാം. ഇതുപോലെ അപ്പോൾ ഇത് സ്ട്രൈറ്റ് ആവും. നോക്കാം. ഓക്കെ, ഇത് ചെയ്യാം. ഇതുപോലെ എല്ലാം 4 പീസും അതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ 4 ഭാഗം എടുത്തിട്ടുണ്ടല്ലേ, ഇപ്പോൾ 4 ഭാഗം ജോയിൻറ്റ് ചെയ്തു. ഇതുപോലെ ജോയിൻറ്റ് ചെയ്തു. ഈ ജോയിൻറ്റ് ചെയ്തതിനെ സെയിം ആയിട്ട് മടക്കണം. ഒരുപോലെ രണ്ട് മടക്കിയിട്ട് ഇതിനെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലേ, ഇതിൻ്റെ ഈ മടക്ക്, ഈ സെൻറ്റർ ഇവിടെ ഒരു കട്ട് ചെയ്യണം. ഇതുപോലെ ഇനി കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്ത പിന്നെ ഇതിനെ ഞങ്ങൾ ഇതിൻ്റെ സെൻറ്റർ അല്ലേ, ഇത് നെക്ക് സെൻറ്റർ. ഈ നെക്ക് സെൻറ്ററിലേക്ക് ഇതിൻ്റെ ഈ റൗണ്ട് സെൻറ്ററിന് അല്ല വെക്കേണ്ടത്. ഞങ്ങൾ വെക്കേണ്ടത് ഇവിടെ ഉണ്ടല്ലേ, ഇതിൻ്റെ ഈ മടക്കുള്ള ഭാഗം ഉണ്ടല്ലേ, ഈ മടക്കുള്ള ഭാഗത്തിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തിലേക്ക് ഞങ്ങൾ ഈ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലച്ച് കൊടുത്തിട്ട് ഇതൊക്കെ പറയുന്നത്, ഇതിനെ കൊടുക്കുന്നത് കട്ട്സ് എന്ന്. കട്ട്സ് പറഞ്ഞാൽ കട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഇതുപോലെ ഇങ്ങനെ വെക്കണം. കണ്ടോ? ഈ സെൻറ്റർ ഭാഗത്തിലേക്ക് ഇവിടെ വെച്ച് ഒരു പിന്നിട്ടിട്ട് വെക്കണം. ഒരു പിന്നിട്ടിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് എല്ലാ ഭാഗത്തിലേക്കും ഇങ്ങനെ പിന്നിട്ടുകൊണ്ട് വരണം.
വീഡിയോ ലെങ്ത്ത് കൂടും. അപ്പോൾ MB കുറേ പോവില്ലേ, അതുകൊണ്ടിട്ട് ഞാൻ വീഡിയോ കുറച്ച് ഷോർട്ടാവാൻ വേണ്ടി പൗസ് ചെയ്യും. ഈ പിൻസ് എല്ലാം ഇടുന്നത് കാണിച്ചാൽ വീഡിയോ ലെങ്ത്ത് കൂടുമല്ലേ, എല്ലാവർക്കും പ്രശ്നമല്ലേ, MB കുറേ പോവും. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇത് ലെങ്ത്തായി, കുറേ ലെങ്ത്തായി. ഇത് കെട്ടാൻ കുറേ ലെങ്ത്ത് ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കാം, ഞാൻ ഇങ്ങനെ കാണിക്കാം. ഇപ്പോൾ ബിബായി ഇത് ഫുള്ള് ലെങ്ത്ത് ഉണ്ട്. ഇതേ ലെങ്ത്തിൽ നിങ്ങൾക്ക് നെക്കിലേക്കും പീസ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യണം. ഞങ്ങൾക്ക് എത്ര വേണോ അത്ര നീളം വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്യാം ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര മതിയാവും. ഇതിനെ കട്ട് ചെയ്ത് ഈ എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്ത് ഞങ്ങൾ നെക്കിലേക്ക് ആഡ് ചെയ്യാം. ഇത് കഴുത്തിൻ്റെ റൗണ്ടാണ്. ഈ റൗണ്ടിലേക്ക് ആഡ് ചെയ്യാം. ഇതുപോലെ ഈ 2 പീസ് പിന്നെ ജോയിൻറ്റ് ചെയ്ത് നിങ്ങൾ ആഡ് ചെയ്യണം. അത് ലെങ്ത്ത് മതിയാവില്ല, ഇതിൻ്റെ നീളം മതിയാവില്ല. ഞാനത് ജോയിൻറ്റ് ചെയ്യാം. ഇനി ഞങ്ങൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ നെക്കിൻ്റെ ഭാഗത്തിലേക്ക് വെച്ചോ. ഇത് എക്സ്ട്രാ കൊടുക്കാനില്ല, ഇതുപോലെ തന്നെ ചെയ്യണം. ഇതിൽ എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് കൊടുത്തുകൊണ്ട് വരണം. നിങ്ങൾ ഈ റൗണ്ടിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തല്ലേ, അതിനെ ഇങ്ങനെ ഇതുപോലെ കട്ട് കൊടുത്തു വന്നാൽ നീറ്റായിട്ട് ഞങ്ങൾക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം, മടക്കിയിട്ട് തുന്നാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കാണിക്കാം, മടക്കിയിട്ട് തുന്നുന്നത് കാണിക്കാം. ഇതിനെ ഇതുപോലെ മടക്കിയിട്ട് തുന്നണം. നിങ്ങൾ വീഡിയോ പൗസാക്കി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. എല്ലാം സ്ലോ ആയിട്ട് നിങ്ങൾ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് കുറച്ച് പൗസാക്കണം, പിന്നെ അതിൻ്റെ കാര്യം ചെയ്ത് പഠിക്കാം. നിങ്ങൾ ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ, വീഡിയോ നോക്കി പഠിക്കുമ്പോൾ അതിനെ പൗസാക്കി പഠിച്ചാൽ ക്ലിയറായിട്ട് നിങ്ങളുടെ സ്റ്റിച്ചിങ് നീറ്റായിട്ട് കിട്ടും. പിന്നെ സ്ലോ ആയിട്ട് അടിച്ചാൽ മതി. എനിക്ക് സ്പീഡായിട്ട് അടിക്കാം, പക്ഷേ നിങ്ങൾക്ക് സ്ലോ ആയിട്ട് അടിക്കണമല്ലേ, അതുകൊണ്ട് സ്ലോ ആയിട്ട് കാണിച്ചു തരും. ഇതിൻ്റെ എക്സ്ട്രാ ഉള്ള പീസിനെ കട്ട് ചെയ്യണം ഇതുപോലെ. അപ്പോൾ ഇവിടെയുള്ള ഇങ്ങനെ നൂലുണ്ടാവാൻ പാടില്ല, കട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് കിട്ടി. ഈ നെക്ക് ബിബിൻ്റെ ഈ ഫിനിഷിങ് കിട്ടി.
ഇതിൻ്റെ സൈഡിലേക്ക് വന്ന് നോക്കാം. സൈഡിലേക്ക് സ്റ്റിച്ച് വരണം. ഇതുപോലെ വെച്ചോ. ഇനി നിങ്ങൾ ഈ ബീഡ്സ് ഇട്ട പീസ് ഉണ്ടല്ലേ, ഇതിനെയും അതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. അത് ഒരു കാര്യം മറന്നു പറയാം. നിങ്ങളുണ്ടല്ലേ, ഈ സ്റ്റിച്ചിന് ഞാൻ അടുത്ത് വെച്ച് കാണിക്കാം. ഈ സ്റ്റിച്ചിന് 1/4 ഇഞ്ചിലേക്ക്, നിങ്ങൾ 1/4 ഇഞ്ച് പറഞ്ഞാൽ അരിയല്ലേ, മുന്നേ കാണിച്ചല്ലേ, ഈ ഒന്നിൻ്റെ ഈ പകുതി ഇത്രയാണ്. 2 ലൈനാണ് 1/4 ഇഞ്ച്. ഇത്രയൊക്കെ ഫുള്ളായിട്ട് ലൈൻ ഇട്ടുകൊണ്ട് വരണം. ലൈൻ ഇട്ടുകൊണ്ട് റൗണ്ടിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. കാണുമോ? ക്ലിയറായിട്ട് കാണും നിങ്ങൾക്ക്. ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ റൗണ്ട് ഫുള്ളായല്ലേ, അപ്പോൾ ഞങ്ങൾ തിരിച്ചിട്ട് നോക്കണം. ഈ നമ്മുടെ ഫ്രണ്ട് പോയിൻ്റ് ഉണ്ടല്ലേ, സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ഈ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഈ തുണിൻ്റെ ഉള്ളിൽ, ഈ പീസിൻ്റെ മേലിലാവണം. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരണം, ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഫോൾഡിൻ്റെ ഉള്ളിൽ വരണം. രണ്ടും അതേപോലെയാണ്, ഇതും അതേപോലെ തന്നെയാണ്. ഇത് ഉള്ളിൽ വരണം ഇതുപോലെ ഫോൾഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ഇതിൻ്റെ ഫുൾ റൗണ്ട് സൈഡും ഞങ്ങൾ കട്ട് ചെയ്യാം. ഈ കട്ട് കൊടുക്കാം, അപ്പോൾ ഫിനിഷിങ് കിട്ടും. ഇതും ഇതുപോലെ അടുത്തടുത്തായിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫോൾഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ഒരു ഫോൾഡ്, ഇത് ഒരു മടക്ക് ഇങ്ങനെ കൊടുക്കണം. സ്റ്റാർട്ടിങ്ങിൻ്റെത്, ഇതിൻ്റെ ഈ പീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെതാണ് ഇത്. അപ്പോൾ ഞാൻ ദൂരയിൽ കാണിക്കാം. അപ്പോൾ ഇത് നീളമുണ്ടല്ലേ, ഇതിൻ്റെ ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ മടക്കാം. ഒരു സൈഡ്, ഈ സൈഡും മടക്കാം, പിന്നെ ഇതും ഇങ്ങനെ മടക്കണം. ഇതുപോലെ 2 സൈഡും ഇതുപോലെ മടക്കി, പിന്നെ ഇതിനെ ഇതുപോലെ ഈ 2 മടക്കിയ സൈഡ് ഇത് ഇങ്ങനെ ഉണ്ടല്ലേ, പിന്നെ ഇതിന് ഈ സൈഡിന് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കി ഇതിൻ്റെ സൈഡിലേക്ക് ഞങ്ങൾ ഫുള്ളായിട്ട് ഇവിടെ വരെ ഇതുവരെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതേപോലെ 2 ഫോൾഡായിട്ട് 2 മടക്കാക്കണം. മടക്കിയിട്ട് തുന്നണം. ഇവിടെയും അതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഫുള്ളായിട്ട് ഞങ്ങളിതുപോലെ ചെയ്യാം. ഒരിടത്ത് ഇതും അങ്ങനെയാണ്, ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സൈഡിലേക്ക് ഞങ്ങളിങ്ങനെ സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ട് വരാം. ഒരു ഫോൾഡ്, ഇപ്പോൾ ഈ സൈഡിൽ വരുമ്പോൾ ഒരേ ഫോൾഡ് കിട്ടും. ഒരു ഫോൾഡ് ആയിട്ടുണ്ട്, സ്റ്റിച്ചിലുണ്ട്. ഇത് ഒരേ ഫോൾഡ്, ഇതിൻ്റെ ഈ സൈഡ് മാത്രം ഫോൾഡ് ചെയ്ത് പിന്നെ ഈ ഫോൾഡ് ചെയ്യണം. പിന്നെ ഒരു ഫോൾഡ്, ഇതിൻ്റെ
ഇതിലേക്ക് ടച്ചായിട്ടൊരു ഫോൾഡ്, ഈ ഒരു ഫോൾഡും പിന്നെ ഇങ്ങനെ ഒരു മടക്കൽ, ഈ ഒരു ഫോൾഡും ഇതൊരു ഫോൾഡും പിന്നെ ഈ മടക്കണം. ഇതുപോലെ പിന്നെ മടക്കിയിട്ട് തുന്നണം സൈഡിലേക്ക്, ആ മടക്കുന്ന സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. സ്ലോ ആയിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ഇതുപോലെ ഇനി ഫിനിഷിംഗായി. ഇനി ഇതുപോലെ 2 ഫോൾഡഡ് ആയി 2 മടക്കണം, പിന്നെ ഒരു മടക്കണം, രണ്ടിനെ. അപ്പോൾ ഇനി ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫിനിഷ് ചെയ്യണം. ഓക്കെ, ഓക്കെ. ഇനി ഇതിനെ ഇതുപോലെ ചെയ്യണം. ഇതിൻ്റെ ഫിനിഷിംഗ് ആയി, നമ്മുടെ ബിബ് റെഡിയായി. ഇത് കാണിക്കാം. ഓക്കെ, നമ്മുടെ ബിബ് റെഡിയായി. ഫിനിഷിങ് ഇതിങ്ങനെ കെട്ടുന്നതാണ് നെക്കിലേക്ക്. ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് വീഡിയോസ് കണ്ട് ചെയ്ത് അയക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇതാണ്. നെക്സ്റ്റ് 5ാമത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.